ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആതിരപ്പള്ളി മലക്കപ്പാറ, വാൽച്ചാറ മലക്കപ്പാറ റൂട്ടിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് കാട്ടിലോട്ടുള്ള റൈഡിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 1:18. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിയുമ്പം അവിടുന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടും. ഈ ടിക്കറ്റ് കിട്ടിയിട്ട് 2 മണിക്കൂറിൽ നമ്മൾ അപ്പുറത്തെ എൻട്രി ചെയ്യണം. അതായത് ഇവിടുന്ന് ഇവിടുന്ന് എൻട്രി ചെയ്തതിനു ശേഷം 2 മണിക്കൂറിൽ നമ്മൾ അപ്പുറത്തെ എക്സിറ്റ് ചെയ്യണം. ഒരു അത്യാവശ്യം ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്, കാടൊക്കെ ഉണ്ട്. പോണ വഴിക്ക് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. നമുക്ക് അതും കൂടി കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ്. ഈ സൈഡിൽ കണ്ടോ, ഫുള്ള് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തോട്ട് വരുന്ന വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഫുള്ള് ഫോറസ്റ്റ് കാര്യങ്ങളുണ്ട്. ഇവിടെ മെയിനായിട്ട് ഒരുപാട് ചെക്ക് പോസ്റ്റ് കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ വെള്ളങ്ങളുണ്ട്. ഈ പുഴ ഇങ്ങനെ ഒഴുകിയിട്ടാണ് ഇങ്ങനെ ആതിരപ്പള്ളി വഴി നമ്മുടെ ചാലക്കുടിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കർശനമായിട്ട് ഇവിടെയൊക്കെ നിരോധിച്ച സ്ഥലങ്ങളാണ്. കാരണം ഈ പുഴയിൽ ഏറ്റവും കൂടുതൽ മുതലകളൊക്കെ ഉള്ള സ്ഥലമാട്ടത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ചാർപ്പ പാലം, അതായത് ചാർപ്പ വെള്ളച്ചാട്ടം. ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് ഒരു 2-3 കിലോമീറ്റർ വരുമ്പോൾ കാണാൻ പറ്റിയാണ്. അടിപൊളി വ്യൂ ആട്ടെ ഇവിടെ നോക്കിയേ. ഇതാണ് ചാർപ്പ. ഇവിടെ നിങ്ങണ്ടല്ലോ, എന്താ ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. ഇവിടെയും ആതിരപ്പള്ളിയുടെ അത്ര അല്ലെങ്കിലും ഏകദേശം കുഴപ്പമില്ലാത്ത വെള്ളച്ചാട്ടമാണ്. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ നിർത്തുന്നുണ്ട്. പോവാ. അപ്പം നമുക്കിനി ഇവിടുന്ന് നേരെ മുമ്പോട്ടോ പോണ്ടി. അവിടുന്ന് കുറച്ചും കൂടി മുമ്പിലോട്ട് വന്നപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. നൈസ് അടിപൊളി വെള്ളച്ചാട്ടം. ഇതേപോലത്തെ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ടാവും. കാരണം ഇപ്പം നല്ല മഴ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ടാവും കേട്ടോ. അങ്ങനെ റോഡിന് നേരെ മുമ്പോട്ട് പോകേണ്ടത്. അവൻ നേരെ പോവുകയല്ലേ. അപ്പം നമ്മൾ ഏകദേശം ചേട്ടാ ഫോൺ. അപ്പം നമ്മൾ ഏകദേശം വാച്ചാൽ വാട്ടർഫാൾസിന് അടുത്തെത്തി. ഇവിടുന്ന് ഇപ്പം നമ്മൾ നേരെ പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി ടിക്കറ്റ് എടുക്കണം. എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോവാം. ആദ്യമല്ലോ അപ്പോൾ വാൽച്ചാറിന്ന് ഇവിടെ അങ്ങോട്ട് ഫോറസ്റ്റ് വഴി നമുക്ക് വാൽപ്പാറയും മലക്കപ്പാറയിലോട്ട് പോകണമെങ്കിൽ ഇവിടെ നമ്മളെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവിടുന്ന് എൻട്രി ചെയ്യണം. അപ്പോൾ വണ്ടി ഇതിന് അകത്തോട്ട് കയറിയിട്ട് അവിടെ പാർക്ക് ചെയ്ത് വേണം നമുക്ക് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ നടന്നു പോയിട്ട് നമ്മൾ അവിടുന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. ഇവിടെ തിരക്കാണല്ലോ, ക്യൂ ആണെന്ന് തോന്നുന്നു. വരയ്ക്ക് നിന്നിട്ട് ടിക്കറ്റ് എടുത്തോളൂ. അവിടെ നമ്മുടെ പേരും വണ്ടി നമ്പറും എത്ര പേരാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. ഈ ടിക്കറ്റാണ് നമ്മൾ ഈ ഫോറസ്റ്റിനകത്തോട്ട് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് എക്സിറ്റ് അടിക്കുമ്പം ഇത് കാണിക്കണം. നമുക്ക് 2 മണിക്കൂറാണ് ഇതിനകത്ത് നിൽക്കാനുള്ള ടൈമുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഫോറസ്റ്റിനകത്തോട്ട് എൻട്രിയുള്ള ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. ഇതെടുത്ത് നമ്മൾ നേരെ ഇനി കാട്ടിനകത്തോട്ട് പോകാം. ഇനി നമുക്ക് അപ്പുറം പോയിട്ട് മലക്കപ്പാറയിലാണ് നമുക്ക് എക്സിറ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ എൻട്രി ചെയ്ത് കാട്ടിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കേരള രജിസ്ട്രേഷൻ വണ്ടികൾ ഈ റൂട്ടിലുണ്ട്. ഈ റൂട്ടിൽ 19 കിലോമീറ്റർ, എക്സാക്ട്ലി എത്ര കിലോമീറ്റർ എനിക്ക് അറിയില്ല. അപ്രോക്സിമേറ്റ് 50-60 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് എത്താൻ പറ്റും. അതായത് മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വേറെ ഒരു പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ എത്താൻ പറ്റും. അപ്പൊ അവിടെ കഴിഞ്ഞ് പിന്നെ തമിഴ്നാടാണ് ഫുള്ള്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ വേറെ വൈബാണ്. ഇതുപോലെയല്ല, ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് കാര്യങ്ങളാണ്. അങ്ങോട്ട് പോകുമ്പോൾ വേറെ വൈബ്, വേറെ ലെവലാണ്. നമ്മൾ എന്തായാലും നേരെ പോയി നോക്കണം. നമ്മുടെ ചെക്ക് പോസ്റ്റിന് അവിടുന്ന് ഒരു കിലോമീറ്റർ മതി. നമ്മൾ ചെക്ക് പോസ്റ്റിന് അവിടുന്ന് 1 കിലോമീറ്റർ കൂടി പോന്നു കഴിഞ്ഞാൽ ഏതപ്പോൾ നമ്മുടെ ആതിരപ്പള്ളി പുഴ കാണാൻ പറ്റും. എന്തായാലും അടിപൊളി കേട്ടോ. ഇതൊക്കെ കാട്ടിനകത്തൂടെ വരുന്ന പുഴയാണ്. ഇതിൽ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡാമുണ്ട്, അവിടുന്ന് വരുന്ന വെള്ളമാട്ടത് അത്. അപ്പൊ കാട്ടിനോട് കൂടി കുറച്ചു നേരം അങ്ങോട്ട് പോന്നപ്പം ഒരു പരന്ന സ്ഥലത്തെത്തി. ഇവിടെ പ്രത്യേകത നിങ്ങൾക്ക് ക്യാമറയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ച് നാട്ടുപശുക്കളുണ്ട്. അതിന് നേരെ ബേക്കിലായിട്ട് മയിലുകൾ നോക്കിയേ, കുറേ മയിലുകളില്ല അവിടെ. 1, 2, 3, 4 മയിലുകളുണ്ട്. എന്താ രസമല്ല അവർ നിൽക്കുന്നത്. ഇത് നിൽക്കുന്ന മയിലുകൾ കണ്ടില്ലേ? ഇതേ ഒരു മയിൽ ഇവിടെ ഉണ്ട്, വേറെ 2 മയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നാട്ടുപശുക്കളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ വാൽപ്പാറ റൂട്ടിൽ കൂടി നമ്മളിങ്ങനെ നമ്മളെ യാത്ര വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നേരെ മുമ്പോട്ട് ഇങ്ങനെ പോയി നോക്കട്ടോ. വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നേരെ മുമ്പോട്ട് പോവാം. വാൽപ്പാറ റൂട്ടിൽ കൂടി ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാ. ഈ കാടും ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി നല്ല രസമുള്ള റൂട്ടാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ നേരെ പോയി നോക്കാം. ശരിക്കും പറഞ്ഞാൽ സീസണിൽ ഇവിടെ നല്ല മൃഗങ്ങളെ കാണാൻ പറ്റും. അതായത് ആനയും
മാനും കാറ്റ് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഇവിടെ ഭാഗ്യദോഷം കൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്രാവശ്യം ഇപ്പോൾ സ്റ്റാർട്ടിങ് മയിലാണ്. ഇനി മുമ്പോട്ട് എന്തെങ്കിലും കാണാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോവുക കേട്ടോ. അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കോടയൊക്കെ ഇറങ്ങി കണക്കൊക്കെ കണ്ടില്ലേ. ഇനി നമ്മൾ കയറി പോകുമ്പോൾ നമുക്ക് വാൽപ്പാറ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കോടകൾ കിട്ടും. നല്ല റൂട്ടാണ് അങ്ങോട്ട്. അപ്പൊ എന്തായാലും നമ്മൾ യാത്ര തീർന്നോട് നിൽക്കാട്ടോ. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിങ്ങനെ മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ആണ്. ഒരു രക്ഷയില്ല, അടിപൊളി കേട്ടോ. ശരിക്കും മഴക്കാലത്താണ് ഇവിടെ വരാൻ ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മഴക്കാലത്ത് എങ്ങനെ ഈ പച്ചപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മഴക്കാലത്ത് ഒരു സമയത്ത് ഉണ്ട് ഇവിടെ മൊത്തം ഈ പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രസമായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാട്ടുപോത്തിന് പകരമായിട്ട് 2-3 നാട്ടുപോത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൊമ്പ് മഞ്ഞ പെയിന്റൊക്കെ അടിച്ച 2-3 നാട്ടുപോത്തുകൾ ചുറ്റുവാളുകൾ ചുണ്ടു ഉണ്ടിട്ടാ. അപ്പൊ ഇതൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവാൻ കേട്ടോ. എന്തെങ്കിലും കാണുന്ന പ്രതീക്ഷയിലാണ് ഞാൻ എന്റെ എല്ലാ ഫോറസ്റ്റ് യാത്രകളും, എല്ലാ ഇതുപോലത്തെ യാത്രകളും, ഗവി പോയ യാത്രകളൊക്കെ എന്തെങ്കിലും കാണുന്ന പ്രതീക്ഷയിൽ മാത്രമേ പോയി. പക്ഷെ ഒന്നും കാണാണ്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ഇതിലെങ്കിലും എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കാം. മഴക്കാലമൊക്കെ അല്ലേ, നല്ല സീസൺ കാര്യങ്ങളൊക്കെയാണ്. അതെന്തായാലും നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ പോവാട്ടോ. നമ്മൾ ഇവിടെ കുറച്ച് മുമ്പ് കാട്ടുപോത്തിനെ കണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കണ്ടിട്ട് പങ്ങളെല്ലാം താഴോട്ട് ഇറങ്ങിപ്പോയി. നിങ്ങളെ കാണിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ കണ്ണോട്ട് കണ്ട് നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഭാഗ്യമില്ല കേട്ടോ. ഇനി നമ്മൾ നിങ്ങൾ ഇതിനെ കാണുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. നമ്മൾ തുടക്കം മുതലേ കുഴപ്പമില്ല. നമുക്കിപ്പോ മയിലിനെ കിട്ടി, കാട്ടുപോത്തിനെ കിട്ടി, ഇനി കിട്ടുന്നില്ലൊക്കെ. ഈ കാടിനകത്തുള്ളൊരു ഡാം പോലെ വെള്ളമൊക്കെ ഒരു സംഭവം, മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന സ്ഥലത്തത് അതുപോലത്തെ ഒത്തിരി ഒത്തിരി ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ മല മുകളിലൊക്കെ കയറുന്നത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചും കൂടി പോകുന്ന ശേഷം നമുക്ക് അവസാനം കിട്ടി കേട്ടോ. നമ്മളെ ഒറ്റക്കൊമ്പനാണ്. ആള് മണ്ണ് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ ആൾക്കാരോട് വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു വല്ലാത്ത അനുഭവമായി കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ല കാണാൻ പറ്റുന്നുള്ളത്. കുറെ ആൾക്കാർ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആളധികം വയലില്ലാതിന് മുമ്പ് നമുക്ക് അടുത്ത സ്കൂളിലോട്ട് പോകട്ടോ. ഒരാന മാത്രമല്ല കേട്ടത്, തൊട്ട് മുകളിൽ ഒരു കൊമ്പരിപ്പിട്ട് കേട്ടോ, ചെറിയ അടിപൊളി. ഈ വരവേതായാലും മുതലായിട്ടോ. കുറെ കാലശേഷമാണ് അതേപോലെ ആനനെ കാണുന്നത്. ഒന്നല്ല രണ്ടെന്ന് പറഞ്ഞാൽ മുകളിലുണ്ട് പറഞ്ഞാൽ താഴെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് വണ്ടിക്കാർ നിർത്തിയിട്ടുണ്ട്. ഡേഞ്ചർ ആണ്. നമുക്ക് എന്തായാലും പറഞ്ഞ് മുമ്പോട്ട് പോട്ടോ. അങ്ങനെ എന്തായാലും ഈ വരവ് മുതലായിട്ടോ. ഈ വരവിൽ കാട്ടാണെന്ന് കണ്ടിട്ടുണ്ട്. എന്തായാലും ഹാപ്പിയാണ്. ഇങ്ങോട്ട് നോക്കിയേ, നല്ല നല്ല പുഴകളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. എന്നാലും അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. 2 പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് കളിച്ച് നടക്കുന്ന ആനകളാട്ടോ. ഇനി മുമ്പോട്ട് പോയി നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇനിയിപ്പം മാനുണ്ട്, കാട്ടുണ്ട്, ഏതെങ്കിലും കാണാൻ പറ്റുന്ന പ്രതീക്ഷ നമുക്ക് പോവാം. ചിലപ്പോൾ ഇനിയും നമുക്ക് കാട്ടാനെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പൊ റോഡിലൊക്കെ ചെറിയ രീതിയിൽ കോട ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലോട്ട് നോക്കിയാൽ ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ടോ. നമുക്ക് കറങ്ങിയിട്ട് അങ്ങോട്ടൊക്കെ പോകേണ്ടത്. എന്തായാലും ഇതേപോലെ നല്ല നല്ല കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നേരെ പോവാണ്. ഈ വരുന്ന ബൈക്കേഴ്സ് ഒന്നും നമ്മുടെ കൂടെ അല്ല, അവരൊക്കെ സെപ്പറേറ്റ് ആണ്. നമ്മൾ ഒരുമിച്ച് പോവുക എന്നുള്ളത്. കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് ആനകളൊക്കെ ഉള്ളത് നമ്മൾ അവരായിട്ടൊന്ന് മിങ്കിളായി ജോയിൻ ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ റോഡിലൊക്കെ കോട ഇറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്, അടിപൊളി വൈബാട്ടോ. ആർക്കെങ്കിലും റൂട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈം ആട്ടോ. ഇപ്പം ഈ സമയം വരേണ്ട സമയമാണ്. മഴ, ആന, മൃഗങ്ങൾ അത്യാവശ്യം എല്ലാം കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് ആനയും പന്നിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലക്കപ്പാറയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെ വാൽപ്പാറയിൽ നമ്മളിങ്ങനെ വളവ് കയറി പോണ സമയത്ത് നമുക്ക് കിട്ടിയൊരു അടിപൊളി വ്യൂ ആട്ടോ. അവിടെ നേരെ കാണുന്നത് ഒന്ന് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. എന്താ രസം നോക്കിയേ കാണാൻ. അടിപൊളി വ്യൂ. ഇവിടെ അതേപോലത്തെ വ്യൂസ് കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയിട്ട് റോഡിൽ വണ്ടി നിർത്തി റോഡിൽ നിർത്തിയിട്ട് അവിടുന്ന് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. താഴെ കുറെ ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറെ ആൾക്കാരെ മാറ്റുന്നുണ്ട്. നല്ല സൂപ്പർ വ്യൂ ആണ്. ഇനി നമുക്ക് നേരെ ഇതിന്റെ മേലോട്ട് കയറി പോട്ടോ. കയറി പോയി കണ്ടോ ഓരോ മഞ്ഞും അടിപൊളി റൂട്ട്. എന്താ രസം എന്ന് പറയും. ഒരു രക്ഷയില്ലാത്ത റോഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ വന്ന അടിപൊളി വെർത്താണ് ഈ ട്രിപ്പ്. ഇതിലെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നത് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് വരുന്നത്. അപ്പൊ നല്ല കോള മഞ്ഞ്, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. പച്ചപ്പ് ഇങ്ങനെ കൊണ്ട് നിൽക്കുന്നത് ബേക്കിന് വല്ല ആന കയറി എന്ന് നോക്കണം. എന്തായാലും നമുക്ക് മേലോട്ട് കയറി പോയെന്ന് കേട്ടോ. ഇത് കണ്ടില്ലേ, കോടമഞ്ഞ് കൂടി വരിക കേട്ടോ. ഒരു പ്രത്യേക വൈബാണ്. മുമ്പോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, ക്യാമറയിൽ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് അവസ്ഥ അറിയില്ല, ആന വീഡിയോ വല്ല ഉണ്ടോന്ന് അറിയില്ല. എന്നാലും പോയി നോക്കാം നമുക്ക്. ഈ സൈഡിലൂടെ നോക്കിയേ, ഒരു രക്ഷ താഴത്തൊന്നും ഒന്നും കാണുന്നില്ല കേട്ടോ. കണ്ടോ, കൊടമഞ്ഞ് കൂടിക്കിടക്കുക, ആ ഒരു രക്ഷയില്ല. എന്താ ഫീലിംഗ്, എന്താ. നമ്മളിപ്പോ കൂടി പാസ്സായി പോകാനാണ്. താഴെ ബസ് ബ്ലോക്ക് കിടക്കുന്നത് മുകളിൽ. അതായത് ഈ ബ്ലോക്കിവിടെ ബ്ലോക്ക് കിടക്കുന്നത്. അപ്പൊ നമ്മൾ പാസ് ചെയ്ത് പോകുന്നതാണ്. ആ ചാറ്റ വഴിയുടെ മോളെ ഫോട്ടോ ഒക്കെ എടുക്കേ. അപ്പൊ ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അത് കാരണം സ്റ്റെക്കാണ്. നമുക്കിപ്പോ ബ്ലോക്ക് അയച്ചു വിടാൻ പറ്റുന്നില്ല. നമുക്ക് തൽക്കാലം അങ്ങോട്ട് കയറി പോകാൻ പറ്റും, കയറി പോകാൻ പറ്റും നോക്കണ്ടേ. നല്ല രീതിയിലുള്ള ബ്ലോക്കാണ് ചേട്ടാ. ഒന്നുമില്ല, പോണ്ടേട്ടാ. നല്ല ബ്ലോക്ക് കേട്ടോ. ഈ ഒറ്റ ബസ് കാരണമാണ് ഈ ബ്ലോക്ക് ഒക്കെ ഉണ്ടായത്. നമ്മളെന്തായാലും ബ്ലോക്കിൽ പാസ് ആയി പോകുന്നുണ്ട്. നമ്മൾ നേരെ കയറി മേലോട്ട് പോട്ടോ. നല്ല ബ്ലോക്ക്, ഒരുപാട് വണ്ടികൾ. ഓക്കെ, നമ്മളെന്തായാലും കാറായിട്ട് വരാത്തത് ബൈക്കായിട്ട് വന്ന് നമ്മൾ കഴിച്ചത്, അതാണ് രക്ഷപ്പെട്ടോ. എന്തായാലും പൊളിയാണ്. ഇഷ്ടംപോലെ കാറുകൾ ഇവിടെ ഉണ്ട്. ബസ് അപ്പൊ നമ്മളിപ്പോ ഈ സൈഡിലേക്ക് നമ്മൾ അന്ന് വന്നപ്പോ വലിയ ഡാമുകൾ കണ്ടായിരുന്നു. ഇപ്പൊ ഈ കോടമഞ്ഞ് കാരണം ആ ഡാം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത്രക്കും കോട മൂടിക്കിടക്കട്ടെ ഇവിടെയൊക്കെ. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാം നമുക്ക് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് കേട്ടോ. അങ്ങനെ റോഡിന്റെ സൈഡിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ താഴോട്ട് നമുക്ക് നല്ല അത്യാവശ്യമുള്ള നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കോടമഞ്ഞ് നിറഞ്ഞ് നടക്കുന്നത് കാരണം നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് കോട കേട്ടോ. നമ്മൾ എന്തായാലും ഇനി മുമ്പോട്ട് ഇങ്ങനെ പോവാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല കോടയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം എത്തിയിരുന്നത് ഡീപ്പ് ഫോറസ്റ്റിനകത്ത് എത്തിയിട്ടുണ്ട്. അതായത് നല്ല കൊടും കാട്ടിലുള്ളത്. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ. സമയം ഏകദേശം 2 മണിക്കൂറായിട്ടുള്ളൂ. പക്ഷെ കാട്ടിനുള്ളിലൊക്കെ ഇരുട്ടാണ്. നമ്മൾ യാത്രകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക, പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്രകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് പുതിയ വീഡിയോസ്, പുതിയ യാത്രകളൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ പോവാണ്. എന്താ പറയാ, നല്ല നല്ല കാഴ്ചകളാട്ടോ. നല്ല സൺഡേ ആയത് നല്ല അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാർ കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലക്ഷ്യം വാൽപ്പാറയാണ്. നേരെ മുമ്പോട്ട് പോവാണ്. കയറിയ ശേഷം ഇത്തിരി മോശമായ റോഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം റോഡ് പണിതോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ കല്ലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ റോഡും അടിപൊളിയാണ്. ഇതിന്റെ പണികൂടി കഴിഞ്ഞാൽ വാൽപ്പാറ റൂട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. പണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ ഭയങ്കര മോശം റോഡായിരുന്നു. അത് ഇവിടെയൊക്കെ അത്യാവശ്യം ഇത്തിരി മോശമായ റോഡുണ്ട്. പക്ഷെ അതൊക്കെ റോഡ് കല്ലും മണ്ണൊക്കെ ഇട്ട് ഈ വേസ്റ്റ് ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പണികൂടി കഴിഞ്ഞാൽ റോഡ് അടിപൊളിയായിട്ട് നമുക്ക് വാൽപ്പാറയിലേക്കുള്ള റൂട്ടിന്റെ റോഡ് അടിപൊളിയായിരിക്കും കേട്ടോ. സൂപ്പർ റോഡായിരിക്കും. പിന്നെ കുറച്ചും കൂടെ പോകുമ്പോൾ റോഡൊക്കെ വളരെ മോശമായി തുടങ്ങി കേട്ടോ. ഇതൊക്കെ റോഡ് കണ്ടോ, റോഡിന്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഫുള്ള് കട്ട കാര്യങ്ങളാണ്. റോഡൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ വാൽപ്പാറ ഏകദേശം മലക്കപ്പാറ വാൽപ്പാറ എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മലക്കപ്പാറ റൂട്ടിലുള്ള ചെറിയൊരു വെള്ളച്ചാട്ട സ്ഥലത്ത് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് നല്ല കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിച്ചിട്ട് പോകാനുള്ള പിള്ളേർ കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി നോക്കുക. വെള്ളത്തിന് തണുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ മുമ്പ് വന്നപ്പോ ഇവിടെ കുളിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അന്ന് ഇത്ര വെള്ളമല്ലായിരുന്നു. ഇനി ഏതായാലും നല്ല വെള്ളമുണ്ട്. ഇന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ ഞാൻ എന്താ അവസ്ഥ എന്നറിയില്ല. വെള്ളം ചാറുന്ന സൗണ്ടൊക്കെ അടിപൊളിയാണ്. ഓ, നല്ല തണുത്ത വെള്ളം, പൊളി, ഒരു രക്ഷയില്ല. അപ്പൊ തന്നെ ഇറങ്ങി കുളിച്ചു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി പോകുന്നപ്പോൾ നമ്മളിപ്പോൾ ഷോളയാർ എന്ന് പറഞ്ഞ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. റോഡ് കുറേ നേരമായിട്ട് വളരെ മോശം റോഡാട്ടോ. അപ്പോൾ ഷോളയാർ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ മലക്കപ്പാറയും വാൽപ്പാറയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കോടമഞ്ഞ് ഇപ്പോഴും റോട്ടിലുണ്ട് കേട്ടോ അത്യാവശ്യം. അങ്ങനെ നമ്മളിപ്പോൾ മലക്കപ്പാറ എത്തിയിട്ടുണ്ട്. മലക്കപ്പാറയിൽ നല്ല ക്ലൈമറ്റ് കേട്ടോ. നല്ല കോടയും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ
നേരെയുള്ള നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പ് പോകുന്ന ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മളപ്പുറത്തെ വായച്ചാലിനെടുത്ത ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് എക്സിറ്റ് അടിക്കണം. നമുക്ക് എക്സിറ്റ് പോവാം. പിന്നെ നേരെ വാൽപ്പാറയോട് പോകാം. നമുക്ക് ഇതൊക്കെ കേരളത്തിൽ പെട്ടാണ്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തൊട്ടപ്പുറം മുതൽ തമിഴ്നാട് കേട്ടോ. തമിഴ്നാട്ടിലാണ് ശരിക്കും ഈ വാൽപ്പാറ വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മലക്കപ്പാറ കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. എന്താ ക്ലൈമറ്റില്ല, മൂടൽ മഞ്ഞ്, കോട മഞ്ഞ്, ഇങ്ങനെ അടിപൊളിയാണ്. അതൊക്കെ കാണുന്ന ഫ്രണ്ടും മലക്കപ്പാറ കഴിഞ്ഞിട്ട് വണ്ടി നിർത്തി കേട്ടോ. ഫുള്ള് കോടമഞ്ഞ്, നല്ല തേയില തോട്ടങ്ങളും ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഫുള്ള് കോടമഞ്ഞിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കാണ്. ഇതെല്ലാം ഈ തേയില തോട്ടങ്ങളാട്ടോ ഫുള്ള്. അപ്പോൾ നമ്മുടെ ആതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയുടെ പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. എന്തായാലും നോക്കി, അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ലാത്ത കേട്ടോ. നല്ല തേയിലത്തോട്ടം, അതിൽ നല്ല കോടമഞ്ഞ് നിറഞ്ഞെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ